ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയാണ് നമ്മളിവിടെ ട്യൂട്ടോറിയൽ എടുക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ആദ്യം ലാറാവലിന്റെ ഫ്രെയിംവർക്ക്, ലാറാവൽ എന്ന് പറയുന്ന ഒരു വെബ് ഫ്രെയിംവർക്ക് ഉണ്ട്, PHPയുടെ വെബ് ഫ്രെയിംവർക്ക് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിനകത്ത് നമുക്ക് ലാറാവലിൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് നമുക്ക് വെബ്സൈറ്റിന്റെ ബേസിക് കാര്യങ്ങളാണ്. അതായത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് കൂടാതെ നമുക്ക് കോർ PHPയും അഡ്വാൻസ്ഡ് PHPയും അറിഞ്ഞിരിക്കണം. സോ ലാറാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് PHPയുടെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ലാറാവൽ പഠിക്കുന്നത്. ലാറാവലും PHP ഒക്കെ ഞാൻ പഠിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് ലാറാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് PHP എന്താണെന്ന് അറിയണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ PHPയുടെ ട്യൂട്ടോറിയൽ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് PHP എന്ന് പറയുന്നത് പേഴ്സണൽ ഹോം പേജ്. പേഴ്സണൽ ഹോം പേജിന്റെ ഷോർട്ട് ഫോം ആണ് PHP എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്താന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണ് PHP എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. ആദ്യം ഡെവലപ്പ് ചെയ്തത് റാസ്മസ് ലർഡോഫ് ആണ്. PHP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ എന്നാണ് പറഞ്ഞത്. അതിൽ പേഴ്സണൽ ഹോം പേജ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറെ ഹിസ്റ്ററി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. October 24th 2024 PHPയുടെ വെർഷൻ 8.3.13. ഓക്കെ, PHP 8 എന്ന് പറയും. PHP 8 ആണ് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് PHP എന്ന് പറയുന്നത് ആക്ച്വലി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് എംബെഡഡ് ഇൻ HTML. So PHP is a cross-platform language capable of running on all major operating system platforms. Okay, PHP ആക്ച്വലി ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് ആണ്. സോ എന്തിനാണ് നമുക്ക് PHP പഠിക്കണം? വൈ ലേൺ PHP? PHP is one of the most preferred languages for creating interactive websites and web applications. PHP scripts can be easily embedded into HTML. With PHP, you can build web pages, web-based applications, പിന്നെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ്, ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ പല ടൈപ്പുള്ള വെബ് ആപ്ലിക്കേഷൻസ് നമുക്ക് PHPക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. A number of PHP-based web frameworks have been developed to speed up the web application development, like WordPress ഉണ്ട്, ലാറാവൽ ഉണ്ട്, സിംഫോണി ഉണ്ട്, എക്സെട്ര. അങ്ങനെ പല ടൈപ്പുള്ള PHP വെബ് ഫ്രെയിംവർക്ക്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ലാറാവലാണ് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് PHP എന്താന്ന് അറിഞ്ഞിട്ട് നമുക്ക് ലാറാവലിന്റെ ഫ്രെയിംവർക്ക് നമുക്ക് നോക്കാം. സോ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് PHP. PHPയുടെ ബെനിഫിറ്റ്സ് എന്താണ്? PHP is a must for students and working professionals to become great software engineers, especially when they are working in web development domain. Some of the most notable advantages of using PHP are listed below. PHP എന്ന് പറയുന്നത് ഒരു മൾട്ടി പാരാഡിം ലാംഗ്വേജ് ആണ് that supports imperative, functional, object oriented and procedural programming methodologies. ഓക്കെ, പിന്നെ PHP എന്ന് പറഞ്ഞാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് എംബെഡഡ് ഇരിക്കുന്നത് HTML ആണ്. ഇറ്റ് ഈസ് യൂസ് ടു മാനേജ് ഡൈനാമിക് കണ്ടന്റ്, ഡേറ്റാബേസസ്, സെഷൻ ട്രാക്കിംഗ്, ഈവൻ ബിൽഡ് എൻറ്റയർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ്. അതിനു വേണ്ടിയാണ് നമ്മൾ PHP യൂസ് ചെയ്യുന്നത്. PHP is integrated with a number of popular databases including MySQL, PostgreSQL, Oracle, Sybase, etc. Okay, so number of popular databases like Microsoft SQL Server, Oracle, Postgre എല്ലാം നമുക്ക് PHPനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സപ്പോർട്ട്സ് എ നമ്പർ ഓഫ് പ്രോട്ടോകോൾസ് സച്ച് എസ് POP3, IMAP ആൻഡ് LDAP, ഇതൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. PHP is forgiving, അതായത് PHP ലാംഗ്വേജ് ട്രൈസ് ടു ബി ആസ് forgiving as possible. PHP has a similar C-like syntax ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ബേസിക് സിന്റാക്സ്. അതായത് ഒരു ലെസ് ദാൻ സിമ്പിളിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് PHP, അതിന്റെ ഇതാണ് സ്റ്റാർട്ടിങ്, പിന്നെ ഇതാണ് ക്ലോസിങ് ടാഗ്. ഈ ടാഗിന്റെ ഇടയിലാണ് നമ്മൾ എക്കോ ഹലോ വേൾഡ് എന്ന് പറയുന്നത്. എക്കോ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ C++ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റ് നമ്മൾ കൊടുക്കത്തില്ല, പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് ഹലോ വേൾഡ്. അതേ സെയിം സാധനം തന്നെ PHPയിൽ നമ്മൾ പ്രിന്റിന് പകരം ഇവിടെ എക്കോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
സോ പ്രീ റിക്വസൈറ്റ്സ് പറയുന്നുണ്ട്. സോ PHP പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് വേണ്ടത്? എന്തൊക്കെ ആണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? സോ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, നോളജ് ഓഫ് HTML, CSS, JavaScript ആൻഡ് ഡേറ്റാബേസസ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് HTML, CSS, JavaScript ഈ 3 സാധനങ്ങൾ. കാരണം വെബ് ഡെവലപ്മെന്റ് ആണ്, വെബ് ആപ്ലിക്കേഷന് ഈ 3 സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഡേറ്റാബേസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇതിന്റെ റോഡ് മാപ്പ് നോക്കാം. സോ റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂട്ടോറിയൽസ് പോയിന്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് ഇവരുടെ ട്യൂട്ടോറിയലിന്റെ റോഡ് മാപ്പ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിൽ PHP ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഹിസ്റ്ററി, ഫീച്ചേഴ്സ്, ഇൻസ്റ്റാളേഷൻ, സിൻടാക്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കും. പിന്നെ PHPയുടെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ കമന്റ്സ്, വേരിയബിൾസ്, കോൺസ്റ്റന്റ്, ഡേറ്റ ടൈപ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺട്രോൾ സ്ട്രക്ചേഴ്സിനകത്ത് നമുക്ക് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ഡിസിഷൻ മേക്കിംഗ്, ഇഫ് എൽസോ, സ്വിച്ച്, അങ്ങനത്തെ കേസ്. പിന്നെ ലൂപ്പിംഗ്, ഫോർ ലൂപ്പ്, ഫോർ ഈച്ച്, വൈൽ ലൂപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിന്റെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ. പിന്നെ വർക്കിംഗ് വിത്ത് അറേസ്, ഇൻഡെക്സ്ഡ് അറേ, അസോസിയേറ്റീവ് അറേസ്, കോൺസ്റ്റന്റ് അറേസ്, മൾട്ടി ഡയമെൻഷണൽ അറേ, അങ്ങനെ കുറെ ഉണ്ട്. PHP ഫംഗ്ഷൻസ് വരുന്നത് ഫംഗ്ഷൻ ബേസിക്സ് ഉണ്ട്, ആർഗ്യുമെന്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഫംഗ്ഷൻ കോൺസെപ്റ്റ്സ്, വേരിയബിൾ സ്കോപ്പ് എന്നുണ്ട്, ഫയൽ ഹാൻഡ്ലിംഗ് ഉണ്ട്, ഊപ്സ് ഇൻ PHP. സോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഈ ട്യൂട്ടോറിയലിനകത്തുള്ള റോഡ് മാപ്പ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽസ് പോയിന്റ് വെബ്സൈറ്റിനകത്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇൻട്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഹോം പേജ് ആണ് ഇതിന്റെ പേര്. ഇത് ഉണ്ട്. ഈ ഒരു പ്രോഗ്രാമിലെ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത ലർഡോഫ് ആണ്. 1993 ഇത് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് വരുന്ന PHP വെർഷൻസ് ആണ് PHP 4, 5, 7, 8 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. അതിൽ 8.3 സംതിങ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വർഷം ഒക്ടോബറിൽ റിലീസ് ചെയ്തത്. 26 നവംബർ 2020 PHPയുടെ 8 വെർഷൻ റിലീസ് ചെയ്യുന്നത്. സോ 8-നകത്ത് കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ഉണ്ട്, ലൈക്ക് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ ഉണ്ട്, പിന്നെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മുന്നത്തെ വെർഷൻ, അതായത് PHP 7-നേക്കാളും കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട് ഈ വെർഷനിൽ. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ നോക്കാം. ഓക്കെ, ഇൻസ്റ്റാളേഷനിൽ നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കമ്പൈലർ ഉണ്ട്. അതായത് ഇതിവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിനകത്ത് ട്യൂട്ടോറിയൽസ് പോയിന്റിനകത്ത് തന്നെ ഓൺലൈൻ പ്രോഗ്രാമിംഗ് കമ്പൈലേഴ്സ് ഉണ്ട്. അതിൽ C++, പൈത്തൺ, ജാവ അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. അതിൽ PHP വേണമെങ്കിൽ എടുത്തിട്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, ജസ്റ്റ് ഫോർ ലേണിംഗ് ആണെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാംപ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇതിൽ നമ്മൾ ലിങ്കിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിന്റെ സൈറ്റ് ഉണ്ട്, apache-friends.org എന്ന സൈറ്റിനകത്ത് നമുക്ക് എക്സാമ്പിന്റെ സെറ്റപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് PHP യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആക്ച്വലി നമ്മളുടെ ലോക്കൽ PHP റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സാമ്പ്. പിന്നെ എക്സാമ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് Apache MariaDB PHP ആൻഡ് Perl. ഓക്കെ, അതായത് ആംബിന്റെ ഫുൾ ഫോം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ആക്രോണിം ആണ്. അത് ആക്ച്വലി ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സാധനം. ഓക്കെ, അത് നമുക്ക് വിൻഡോസ്, ലിനക്സ് ആൻഡ് OS, അതായത് നമ്മുടെ മാക്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. നോട്ട് ദാറ്റ് എക്സാം ഇൻക്ലൂഡ്സ് MariaDB വിച്ച് ഇസ് എ ഫോർക്ക് ഓഫ് MySQL. ഓക്കെ, MySQL ഇതിനകത്തുണ്ട് എക്സാമ്പിനകത്ത്. അപ്പൊ അതേ MariaDBയും ഈ MySQL ഏകദേശം സെയിം തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. സോ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഏതാണ് OS ഉള്ളത് ആ OSന് അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇവിടെ എൻ്റെ വിൻഡോസ് ആണ്. സോ വിൻഡോസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങളുടെ ലിനക്സോ അല്ലെങ്കിൽ മാക് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എടുക്കാം. ലിനക്സിന്റെ ആണെങ്കിൽ ലിനക്സിന്റെ എടുക്കാം, മാക്കിന്റെ ആണെങ്കിൽ ഇവിടെ മാക്കിന്റെ സെറ്റപ്പ് ഉണ്ട്. സോ ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റപ്പ് ഡൗൺലോഡ് ആവും. ആ സെറ്റപ്പ് ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എക്സാം എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു
കൺട്രോൾ പാനൽ വരുന്നത്. അതായത് എക്സാമ്പിന്റെ കൺട്രോൾ പാനലാണ് ഇത്. അപ്പൊ ഇതിൽ നമുക്ക് PHP റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അപ്പാച്ചെയും MySQL ഈ 2 മോഡ്യൂളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ 2 സാധനം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് PHP റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് റൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ അഡ്മിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സംഭവം കാണിക്കത്തില്ല. അതിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഒന്ന്, ഇപ്പൊ നിങ്ങളുടെ ഇവിടെ അഡ്മിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒരു സെറ്റപ്പ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ 080 അപ്പൊ നിങ്ങൾ അഡ്മിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു സൈറ്റിലേക്കാണ് വരുന്നെങ്കിൽ, അതായത് ഈ ഒരു പേജ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെയാണ് PHP ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിവിടെ ആദ്യമേ അഡ്മിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ സംഭവം കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇവിടുത്തെ പോർട്ട് നമ്പർ, ഡീഫോൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്. ഇവിടെ 8080 ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ മോഡിഫൈ ചെയ്താണ്. പക്ഷെ നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് ഇപ്പൊ നിങ്ങൾ എക്സാമ്പ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പാച്ചയുടെ ഡീഫോൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കിവിടെ 80 എനിക്കിവിടെ ആക്ച്വലി റൺ ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സഡൻലി സ്റ്റോപ്പ് ചെയ്യും. കാരണം 80 എന്ന് പറയുന്ന പോർട്ട് വേറെ ഒരു ആപ്ലിക്കേഷനിൽ അത് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് റൺ ചെയ്യുന്നതുകൊണ്ട് കാരണം നമുക്ക് ഇവിടെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു പോർട്ട് നമ്പർ നമുക്ക് 2 ആപ്ലിക്കേഷനിൽ അറ്റ് എ ടൈമിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇവിടെ പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഒന്നുകിൽ നിങ്ങളെ 80 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക. ഏതാണോ ആപ്ലിക്കേഷൻ 80 പോർട്ടിൽ വെച്ച് റൺ ചെയ്യുന്നോ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ആ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോർട്ട് നമ്പർ മാറ്റി കൊടുക്കാം. അപ്പോൾ പോർട്ട് നമ്പർ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അപ്പാച്ചേനകത്ത് നമുക്ക് കോൺഫിഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അപ്പാച്ചയുടെ ഫസ്റ്റ് ഓപ്ഷൻ httpd.conf എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻപുട്ട് ഫയൽ വന്ന് വീഴും. ഈ ഇൻപുട്ട് ഫയലിനകത്ത് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ലിസൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ലിസൺ 80. ഇവിടെ ലിസൺ 80 ആയിരിക്കും നിങ്ങളുടെ പേജിനകത്ത് കാണുന്നത്. ആ 80 മാറ്റിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പോർട്ട് നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 8080 ആണ്. ഓക്കെ, അപ്പൊ ഇത് സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അഡ്മിൻ റൺ ചെയ്യുമ്പോൾ അഡ്മിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്ന് വീഴും. പക്ഷെ ഇവിടെ നമ്മളിവിടെ പോർട്ട് നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ 80 എന്ന് പറയുന്ന പോർട്ട് നമ്പർ മാറ്റിയിട്ട് വേറെ പോർട്ട് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. സോ വേറെ പോർട്ട് നമ്പർ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ പോർട്ട് നമ്പർ ഇവിടെ സ്പെസിഫൈ ആണ് 8080 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കറക്റ്റ് ആയിട്ട് വന്ന് വീഴും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമ്പ് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആക്ച്വലി അത് വീഴുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ C ഡ്രൈവിനകത്ത് നമുക്ക് എക്സാമ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ആ എക്സാമ്പിനകത്ത് ഫോൾഡറിനകത്ത് നമുക്ക് htdocs എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിലെടുക്കുക. അതിലെടുത്തിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ കൊണ്ടിടുന്നത്. ഇപ്പൊ മൈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ്. അതായത് നമുക്കൊരു PHPയുടെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടിടാം. മൈ പ്രോജക്റ്റിന് പകരം നിങ്ങളുടെ പ്രോജക്റ്റ് കൊണ്ടിടുക. എന്നിട്ട് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ info.php എന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൾഡറിനകത്ത്, ഈ പ്രോജക്ട് ഫോൾഡറിനകത്ത് info.php മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഈ info.php കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലാഷ് മാറ്റിയിട്ട് my projects /info.php. ഓക്കെ, മൈ പ്രോജക്ട്സ് അല്ല, മൈ പ്രോജക്റ്റ് ആണ്. ഓക്കെ, ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ info.php ഫയലിനകത്ത് ആക്സസ് ചെയ്ത് ഹലോ വേൾഡ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമ്മൾ ഒരു PHP ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ജസ്റ്റ് വേറെ ഒന്നല്ല, എക്കോ ഹലോ വേൾഡ് മാത്രമേ ഉള്ളൂ. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് കാണിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതവിടെയാണ് PHP. ഇവിടെ ഇതാണ് നമ്മുടെ PHPയുടെ സിൻടാക്സ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഇവിടെ PHPയുടെ സിൻടാക്സ് ആണ്. ഓപ്പണിംഗ്
എന്ന് പറയുന്നത് ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHP. അതിന്റെ ക്ലോസിംഗ് ടാഗ് ആണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അതിന്റെ ഇടയിലാണ് നമ്മൾ PHPയുടെ കോഡ് എഴുതുന്നത്. അപ്പൊ ഈ PHPയുടെ കോഡ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് HTML നോർമൽ HTML സാധനം കാണിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നോർമൽ നമ്മുടെ HTML പേജിനകത്ത് ബോഡിക്കകത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഞാനിവിടെ ക്വസ്റ്റ്യൻ PHP ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ PHPയുടെ സിന്റാക്സ്. ഇതിന്റെ അകത്തായിരിക്കും നമ്മൾ PHPയുടെ സാധനം എഴുതണം. വെൽക്കം ടു PHP ട്യൂട്ടോറിയൽ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഞാൻ H1 ടാഗ് ഇടാം. കോഡിങ്. ഓക്കെ, അപ്പൊ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നോർമൽ H1 ടാഗ് ആണ്. ഇതിന്റെ ഈ ഒരു സെന്റൻസ് ആക്ച്വലി നമ്മുടെ PHPക്കകത്ത് വരുന്ന കോഡിനകത്ത് വന്ന പ്രിന്റ് ചെയ്ത സെന്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് സിന്റാക്സ് എന്ന് പറയുന്നത്. ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHP. അതിന്റെ ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനം ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേറെ ഒന്നല്ല, നമുക്ക് എക്സാംപിൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഈ അപ്പാച്ചയും MySQL റൺ ചെയ്യാം. ഓക്കെ, ആ റൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഇത് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളാണ്. ഹിസ്റ്ററിനകത്ത് നമ്മളുടെ PHP 8 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫീച്ചറിനകത്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ. അതായത് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഡ് എന്താ പറയാ എക്സിക്യൂട്ട് ആവുന്നതിന് മുന്നേ ചിലപ്പോൾ നമുക്ക് കമ്പൈൽ ചെയ്യുന്നത്, അതായത് കമ്പൈൽ ചെയ്യുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സിക്യൂഷന് മുന്നേ ആണ് കമ്പൈൽ ചെയ്യണമെങ്കിൽ അതിനെ AOT എന്ന് പറയും. ജിറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും ഈ കോഡ് എല്ലാം കമ്പൈൽ ചെയ്യുന്നത്. സോ കമ്പൈൽ ചെയ്യുന്ന ടൈം അത് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ ഉള്ളത് മാച്ച് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് ആക്ച്വലി സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ് മാച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വെർഷൻ PHP വെർഷൻ 8 കുറെ സാധനം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ, array starting with a negative index, type error on invalid arithmetic, variable syntax tweaks, attributes, named, match, അങ്ങനെ കുറെ ഫീച്ചേഴ്സും പിന്നെ മുന്നത്തെ വെർഷനേക്കാളും കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഈ PHP 8 കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ഓപ്പൺ സോഴ്സ് ആണ്, പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം കോമ്പാറ്റബിലിറ്റി ആണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഡേറ്റാബേസ് ഇന്റഗ്രേഷൻ, സെക്യൂരിറ്റി ഇതിൽ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് മുന്നത്തെ വെർഷനേക്കാളും. പിന്നെ എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്, സിമ്പിൾ ആൻഡ് ഈസി ടു ലേൺ ആണ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ സിന്റാക്സ് നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHP, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഓക്കെ, സോ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത നോക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വേരിയബിൾ ഡിക്ലറേഷനും പിന്നെ അതുപോലെ തന്നെ അറിത്മാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.